ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 25നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ 5ൻ്റെ നമ്മൾ പഠിച്ചു, 15ൻ്റെത് പഠിച്ചു, ഇനി 25ൻ്റെതാണ്. അതേപോലെ തന്നെയാണ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 0, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് ആൻസറിൻ്റെ ലാസ്റ്റിൽ 5. അപ്പോൾ അതറിയാലോ. അപ്പോൾ ഇനി 25ൻ്റെ ചെയ്യാം. 25 ഇൻറ്റു 25 ആയിക്കോട്ടെ ഫസ്റ്റ് അല്ലേ. 25 ഇൻറ്റു 25. ഫസ്റ്റ് നമ്മൾ 5നെ കൂടെ ചെയ്യുമ്പോൾ തന്നെ 2ൻ്റെ പകുതി 1, 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5ൻ്റെ തൊട്ട് താഴത്തെ സംഖ്യ 4, 4ൻ്റെ പകുതി 2 അല്ലേ. എന്നിട്ട് ഇത് ഓഡ് നമ്പറല്ലേ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് 5 ഇട്ടെടുത്തു. ഇനി വീണ്ടും ഇതിനെ പകുതിയാക്കാം. 12ൻ്റെ പകുതി 6, 5 എന്ന് പറയുമ്പം 5ൻ്റെ തൊട്ട് താഴത്തെ സംഖ്യ 4, 4ൻ്റെ പകുതി 2. ഇതും ഓഡ് നമ്പറാണ്, ലാസ്റ്റ് ഓഡ് നമ്പറാണല്ലോ ഫസ്റ്റില്ലേ, അതുകൊണ്ട് ലാസ്റ്റ് 5. അപ്പോൾ 625 കിട്ടും. ഓക്കെ. ഇനി 325 ഇൻറ്റു 25 നോക്കുക. 3ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതി എടുക്കുക, 1, ബാക്കി ഒന്നും ഇങ്ങോട്ട് കുത്തി കൊടുത്ത് 12 അല്ലേ, ഒരു പോയിൻ്റ് ഇട്ടെടുക്കുക, ഒരു ഡോട്ട് ഇട്ടെടുക്കുക. 12ൻ്റെ പകുതി 6, 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ തൊട്ട് താഴത്തെ സംഖ്യ 4, 4ൻ്റെ പകുതി 2. ഇത് ഓഡ് നമ്പറാണ്, ലാസ്റ്റ് 5. ഇനി വീണ്ടും ഇതിൻ്റെ പകുതിയാക്കുക. 16ൻ്റെ പകുതി 8, 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2 അല്ലേ. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് 5 കൊടുക്കുക. അപ്പോൾ കിട്ടി. ഓക്കെ. ഇനി നോക്കാം. 96 ഇൻറ്റു 25. 3ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2ൻ്റെ പകുതി അറിയാമല്ലോ, ഇനി പറയണ്ടല്ലോ അത്. 3ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1, ഡോട്ട് ഇട്ടെടുത്തു. 18ൻ്റെ പകുതി 9, 9 എന്ന് പറയുമ്പോൾ 8ൻ്റെ പകുതി 4, ഡോട്ട് ഇട്ടു. 16ൻ്റെ പകുതി 8. ഇത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് 0. അപ്പോൾ വീണ്ടും 19ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 18ൻ്റെ പകുതി 9 അല്ലേ. ഇവിടെ കുത്തി പോയിൻ്റ് ഇട്ടു. 14ആയി. 14ൻ്റെ പകുതി 7, 8ൻ്റെ പകുതി 4, 0 0 തന്നെ ഇറക്കിയിടുക. എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ഒരു 0 കൂടെ. ഓക്കെ. 48,972 ഇൻറ്റു 25. 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4, 9ൻ്റെ പകുതി 4, ബാക്കി ഒരു ഡോട്ട് ഇട്ടെടുത്തു. 17ൻ്റെ പകുതി 8, ഡോട്ട് ഇട്ടു. 12ൻ്റെ പകുതി 6, ഇത് ഈവൻ നമ്പറാണ്, 0. വീണ്ടും 1 2 2 4 3 0 0. നമുക്ക് നേരെ എഴുതാൻ പറ്റും.